The Long Walk, it's a movie about brotherhood, it's a movie about friendship, it's a movie about humanity. അങ്ങനെ കുറേ കാര്യങ്ങളാണ് 1.25 മണിക്കൂർ റൺ ടൈമിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. സ്റ്റീഫൻ കിങ് എന്ന ലെജൻഡറി ഓതറിന്റെ ബുക്ക് അഡാപ്റ്റേഷൻ ആണത്. അത് വേറെ ലെവലായിട്ടാണ് ഫ്രാൻസിസ് ലോറൻസ് എന്ന ഡയറക്ടർ അത് പകർത്തിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് അഡാപ്റ്റേഷനിൽ ഒന്ന് തന്നെയാണെന്നാണ് ഇത്. കോൺസ്റ്റന്റൈൻ, ഐ എം ലെജൻഡ്, ഹങ്കർ ഗെയിംസ് എന്നീ സിനിമയുടെ ഡയറക്ടറാണ്. ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റും. അത്രയും സോൾഫുള്ളി, അത്രയും ഹൊറിഫൈങ്, വളരെ ബ്രൂട്ടൽ, വളരെ ഇന്റൻസ് ആയിട്ടാണ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്കേ ഉള്ളതല്ല. എസ്പെഷ്യലി ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ, വളരെ ഇന്റൻസ്, ഭയങ്കര സാഡ് ആയിട്ടാണ് ഇതിന്റെ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ടിഷ്യൂ ആയിട്ട് പോകാൻ തന്നെ ഞാൻ പറയുള്ളൂ, അത്രയും ഇമോഷണൽ ആണ് ഇതിന്റെ ഒരു കഥ പറയുന്ന രീതി. ഈ ഒരു സിനിമയുടെ പേര് പോലെ തന്നെ ഒരു ലോങ് വാക്കാണ് സിനിമ, ഒരു ലോങ് ജേർണി. കുറേ ക്യാരക്ടേഴ്സ്, ഒരു 50 ക്യാരക്ടേഴ്സ് അവർ കുറേ കിലോമീറ്റേഴ്സ് നടന്നുകൊണ്ടേയിരിക്കുക. ചാവുന്ന വരെ നടക്കുക, ജയിക്കുന്ന ആൾക്ക് ക്യാഷ് പ്രൈസ്. ഈ ഒരു കഥ കേട്ടറിയാലോ, സ്ക്വിഡ് ഗെയിം, ആലിസ് ഇൻ ബോർഡർലാൻഡ്, അങ്ങനത്തെ കുറേ സീരീസ് ഇറങ്ങിയതാണ്. അതേപോലത്തെ ഒരു കണ്ടന്റ് ആണ്. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആണ്. ആ ഒരു സീരീസ് നോക്കുവാണെങ്കിൽ പോലും അതിനകത്ത് കുറെ കുറെ സെൽഫിഷ് ആയ, കുറെ യൂസ്ലെസ് ആയ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, കുറെ വില്ലന്മാർ. ഇതിനകത്തും ആദ്യമൊക്കെ അങ്ങനത്തെ കുറച്ച് 2 ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടേഴ്സിനെ പോലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ വളരെ അധികം ഇഷ്ടപ്പെടും. എല്ലാവരുടെയും ഒരു ഹ്യൂമെയിൻ സൈഡ്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് നമുക്കിതിൽ വെറുക്കാൻ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല സിനിമ തീരുമ്പോൾ. അത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ ക്യാരക്ടേഴ്സിനെ എഴുതിയിരിക്കുന്നതും വളരെ വളരെ ബ്രൂട്ടൽ ആയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. ഈ ഒരു സിനിമയുടെ തുടക്കം തന്നെ കുറെ വിഷ്വൽ ഇമേജസ് കാണിക്കുന്നുണ്ട്. കുറെ ആനിമൽസിന്റെ ആണെങ്കിലും, അതേപോലെ ഒരു പേപ്പർ ബോട്ട് വീഴുന്നതും, ഇതൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാവും ഇവർ നടക്കാൻ പോകുന്നത് ഇവരുടെ ലാസ്റ്റ് നടപ്പാണെന്ന്. അതൊക്കെ കറക്റ്റ് ഡെപ്പിക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഫ്രണ്ട്ഷിപ്പ്, ബ്രദർഹുഡ്, ഞാൻ ഹൊറർ സിനിമയിലാണെങ്കിലും അല്ലാണ്ടും ഇത്രയും ആഴത്തിലോ അല്ലെങ്കിൽ ഇത്രയും മനോഹരമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു തരാമെന്ന് അറിയില്ല. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ അത്രയും രസത്തോടെ ഇതിന്റെ കെമിസ്ട്രിയും ആ ബോണ്ടിങ്ങും അവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതിന്റെ പെർഫോമൻസസും. എല്ലാവരും ന്യൂ ഫേസസ് ആണ്, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്രയും നാച്ചുറൽ ആയിരുന്നു, വളരെ സ്മൂത്ത് ആയിട്ടാണ് എല്ലാവരും അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ 2 മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, അവർ ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ 50 പേരിൽ കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാവരും വളരെ വൃത്തിക്ക് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ആ ഒരു കാലാവസ്ഥ, ആ ഒരു ദിവസങ്ങൾ, ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ്, അത് വളരെ ഡീപ്പായിട്ട് വളരെ ഡെപ്തോടെയാണ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കും, നമുക്ക് കുറേ നിമിഷങ്ങളിൽ നമുക്ക് ആ ഒരു ബ്രൂട്ടാലിറ്റി, നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ശരിക്കും കൊള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു ബ്രില്യൻസ് ആണ്. പിന്നെ ഇതിൽ കുറേ ബ്യൂട്ടിഫുൾ ലൈൻസ് ഉണ്ട് കേട്ടോ. വി ഷുഡ് ചെറിഷ് അവർ ലാസ്റ്റ് ഡേയ്സ്, അവർ ലാസ്റ്റ് മൊമെന്റ്സ് ആർ ടു ബി റിമെമ്പേർഡ്. അങ്ങനത്തെ കുറെ ബ്യൂട്ടിഫുൾ ലൈൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ കേട്ട ഡയലോഗ്സ് ആണെങ്കിൽ പോലും, കുറെ കേട്ട ലൈൻസ് ആണെങ്കിൽ പോലും, അതൊക്കെ ഈ സിനിമയിൽ കേൾക്കുമ്പോൾ ഇറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ്. ഇതൊരു ഹൊറർ ഡ്രാമ എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഏത് ജോണർ വേണേൽ ആയിക്കോട്ടെ, ഇതൊരു ഗംഭീര, എനിക്ക് ഈ വർഷം കണ്ടതിൽ വേണ്ടത്തെ ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എനിക്ക് വളരെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം ഈ ഒരു സിനിമയുടെ ആ ഒരു ബ്യൂട്ടി, ഇതിന്റെ ആ ഒരു ലെവൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അല്ല. സോ മസ്റ്റ് വാച്ച്.